നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ യുവാക്കളെ കോക്രോച്ച് എന്ന് വിളിച്ചതിനെതിരെ ഉയർന്നു വന്ന CJPയുടെ മുകളിൽ മോദി സർക്കാർ ഹിറ്റടിച്ചിരിക്കുകയാണ്. ഓരോ അക്കൗണ്ടുകളായി അവർ പൂട്ടി തുടങ്ങി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു, ട്വിറ്റർ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഒടുവിൽ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പോലും സർക്കാർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ആ വെബ്സൈറ്റിൽ വെറും ദിവസങ്ങൾ കൊണ്ട് 10 ലക്ഷത്തിലധികം പേരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ നീറ്റ് പേപ്പർ ലീക്ക് ആയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് 6 ലക്ഷം പേരാണ് സൈറ്റിലൂടെ പെറ്റീഷൻ സൈൻ ചെയ്തത്. ആളുകൾ കൂട്ടത്തോടെ വരികയാണെന്ന് പെറ്റീഷനുകൾ കൂടുകയാണെന്ന് മനസ്സിലാക്കി സർക്കാർ ചിന്തിച്ചത് ഒന്നു മാത്രം: ഇവരെ വളരാൻ അനുവദിക്കരുത്, അതിനു മുമ്പേ അങ്ങ് ഇല്ലാതാക്കണം. നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞതാണ്, ഇത്തരം ഡിജിറ്റൽ മുന്നേറ്റങ്ങളെ അടിച്ചമർത്താൻ സർക്കാർ എല്ലാ പ്രോട്ടോക്കോളുമായി തയ്യാറെടുത്തിരിക്കുകയാണെന്ന്. ആദ്യം ട്വിറ്റർ, പിന്നെ ഇൻസ്റ്റാഗ്രാം, ഇപ്പോൾ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്തു. സർക്കാർ പേടിച്ചോ അതോ ഓവർ റിയാക്ട് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത് ഓവർ റിയാക്ഷൻ അല്ലെന്ന്. കാരണം ഈ യുവാക്കളുടെ ദേശീയ എപ്പോൾ വേണമെങ്കിലും വയലന്റ് ആകാമെന്ന് സർക്കാരിന് നന്നായി അറിയാം. ഒന്ന് ആലോചിച്ച് നോക്ക്, 20 മില്യൺ ഫോളോവേഴ്സ്. ഇതൊന്നും പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. അങ്ങനെ പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വര പാർട്ടി അത് എന്നേ വാങ്ങിയേനെ. ആദിവാസികളും കർഷകരും നീറ്റ് വിദ്യാർത്ഥികളും ഒക്കെ ഇവിടെ സമരം ചെയ്യുമ്പോൾ മെയിൻ സ്ട്രീം മീഡിയയിലൂടെ തങ്ങളുടെ നെറേറ്റീവ് മാത്രം കാണിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ സർക്കാരിന് സാധിക്കുന്നു. പക്ഷേ CJP കാരണം സർക്കാരിന്റെ ഇന്റർനാഷണൽ ഇമേജിന് വരെ വലിയ ഡാമേജ് ഉണ്ടായി. യുവാക്കളുടെ ഒരു വലിയ സുനാമി തന്നെ വരുമെന്ന് സർക്കാർ പറയുന്നു. 2014 ഇതേ ഡിജിറ്റൽ മീഡിയ സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് BJP യുവാക്കളെ ആകർഷിച്ചതും ഇലക്ഷൻ ജയിച്ചതും. 12 വർഷത്തിന് ശേഷം അതേ ഡിജിറ്റൽ വഴിയിലൂടെ യുവാക്കൾ തങ്ങൾക്കെതിരെ തിരിയുന്നത് സർക്കാരിന് താങ്ങാൻ പറ്റുന്നതിൽ നിന്ന് അപ്പുറമാണ്. രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ. CJP എന്നത് ഒരു വിദേശ ഫണ്ടിംഗ് ഉള്ള ഇൻഫ്ലുവൻഷ്യൽ ഓപ്പറേഷൻ ആണത്ര. പുള്ളി റിപ്പബ്ലിക് ടിവിയുടെ ഒറിജിനൽ ഫണ്ടർമാരിൽ ഒരാളാണ്. അതുകൊണ്ട് ഇത്തരം നരേറ്റീവുകൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പുള്ളിക്ക് നന്നായി അറിയാം. ഇതൊരു വലിയ കോർപ്പറേറ്റ് മീഡിയ ചാനൽ അല്ല സുഹൃത്തുക്കളെ, ജനങ്ങളുടെ ഓർഗാനിക് മുന്നേറ്റമാണ്. മറ്റൊരു BJP നേതാവ് പറയുന്നത് CJP പകുതി ഫോളോവേഴ്സും പാകിസ്ഥാനിൽ നിന്നാണെന്ന്. നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളെ കൺട്രോൾ ചെയ്യാൻ മാത്രം ശക്തി പാകിസ്ഥാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് ചീഫ് ആദ്യം രാജിവെക്കേണ്ടി വരില്ലേ? ഫാക്ട് ചെക്കർമാർ കൃത്യമായി തെളിയിച്ചു കഴിഞ്ഞു, ഇതിൽ പാകിസ്ഥാനും ഇല്ല, വിദേശ ഫണ്ടിങ്ങും ഇല്ല, ഇത് ഇന്ത്യൻ യുവാക്കളുടെ ശുദ്ധമായ രോക്ഷമാണെന്ന്. BJP നേതാക്കൾ ഇപ്പോൾ ആഘോഷിക്കുകയാണ് ഞങ്ങൾ കോക്രോച്ചിനെ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ പാവങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല, ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടായാൽ പോലും അതിനെ അതിജീവിച്ച് ഭൂമിയിൽ അവശേഷിക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു ജീവി ഈ കോക്രോച്ച് മാത്രമാണെന്ന്. BJPയുടെ അതേ റിവേഴ്സ് ഫിലോസഫി ഉപയോഗിച്ചാൽ കോക്രോച്ചിനെ ഇവരെ തോൽപ്പിക്കാൻ പറ്റും. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ പോലും മോദിജിയുടെ മുഖം വെച്ച് വോട്ട് ചോദിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ എല്ലാ അധികാരവും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരാളിലാണ്. ആ സിസ്റ്റത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ്. ഇതിനിടയിൽ CJP ഫൗണ്ടർ അഭിജിത്ത് വന്ന് കരയുന്നുണ്ട്, തന്നെ ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലുമെന്നൊക്കെ പറയുന്നു എന്നൊക്കെ. നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഒരു ഗവൺമെന്റിനോടാണ്. അപ്പോൾ അവാർഡും ഗിഫ്റ്റും ഒന്നും പ്രതീക്ഷിക്കരുത്. കഴിഞ്ഞ 7 മാസം ഞാൻ വീഡിയോ ഇടുന്നു, എനിക്ക് കിട്ടുന്ന തിരകൾ ഒരു കണക്കുമില്ല. അതൊക്കെ ഞാൻ എനിക്കുള്ള കോംപ്ലിമെന്റ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ സത്യം പറയുന്ന പത്രക്കാരെയും ആക്ടിവിസ്റ്റുകളെയും ജയിലിൽ അടക്കുകയും കൊന്നുതള്ളുകയും ചെയ്യുന്ന കാലമാണിത്. കഴിഞ്ഞ 12 വർഷത്തെ ഭരണത്തിനിടെ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി തങ്ങളുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചിട്ടുണ്ടോ? കോക്രോച്ചിന് ആദ്യത്തെ അപ്രോച്ച് അല്പം തെറ്റായിരുന്നു. വലിയ കാര്യങ്ങളിലേക്ക് പോകാതെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക, ജനങ്ങളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കുക, ബേസിക് ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക. ഈ ദേഷ്യവും പ്രതിഷേധവും ഇവിടെ ഇട്ട് പോകരുത്, മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. ഒരു അക്കൗണ്ട് പൂട്ടുമ്പോൾ 100 അക്കൗണ്ടുകൾ യുവാക്കൾ തുടങ്ങുക. ഒരു യുവാവ് യമുന നദിയിൽ മലിനീകരണത്തിനെതിരെ കോക്രോച്ചിന്റെ വേഷം കെട്ടിയാണ് ഓഫീസിന്റെ മുന്നിൽ പ്രതിഷേധിച്ചത്. അത്തരം വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് കോക്രോച്ച് ചോദിക്കുന്ന രീതിയിലാകുക, ആ ശൈലി ട്രെൻഡിംഗ് ആക്കുക. കാരണം സർക്കാരിന് ഏറ്റവും പേടി ചോദ്യങ്ങളാണ്. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം.